ഗുളികയാക്കി വിഴുങ്ങിയുള്ള ലഹരിക്കടത്തിൽ ബ്രസീലിയൻ ദമ്പതികളെ കൊച്ചിയിൽ എത്തിച്ചത് അന്തർദേശീയ ലഹരി കാർട്ടലിന്റെ സംഘങ്ങൾ. കേരളത്തിൽ എത്തിക്കുന്ന കൊക്കൈൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യാനായിരുന്നു പദ്ധതി. ദമ്പതികളായ ഗബ്രിയേൽ റോഡ്രിഗസും ഭാര്യ ലുക്കാസ് ഡിസിൽവയും മുമ്പും കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ഈ ബ്രസീലിയൻ ദമ്പതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവരുടെ പദ്ധതികൾ എന്തൊക്കെയായിരുന്നു? ലക്ഷ്മി, അന്താരാഷ്ട്ര ലഹരി കാർട്ടലാണ് ഇവരെ കേരളത്തിലേക്ക് എത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബ്രസീലിയൻ ദമ്പതികളായിട്ടുള്ള ഗബ്രിയേൽ റോഡ്രിഗസും ലുക്കാസ് ഡിസിൽവയും ഈ രണ്ട് പേരും ഇതിനു മുൻപ് കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് DRI കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്ക് 3 ലക്ഷം രൂപയായിരുന്നു ഇവർക്ക് കമ്മീഷനായി ലഭിച്ചിരുന്നത്. ഇത്തരത്തിൽ ലഹരിമരുന്ന് എത്തിക്കുമ്പോൾ 16 കോടി രൂപയുടെ ലഹരിമരുന്ന് ഇവർ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇവരെ കേരളത്തിലേക്ക് എത്തിച്ചത് ആരാണ് എന്നുള്ളത് സംബന്ധിച്ച്, ഇവിടെ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത് ആരാണ് എന്നത് സംബന്ധിച്ച് DRI അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരാഴ്ചയാണ് തിരുവനന്തപുരത്ത് നിൽക്കാനായി ഇവർക്ക് വേണ്ടി ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത്. ആ രീതിയിലെല്ലാം DRI അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി. സഹിൻ ആന്റണി, കൊച്ചിയിൽ നിന്ന്.